ഹലോ ഗേസ്, പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ച പോലുള്ള കാര്യങ്ങളാണ് ഇനിയും പരാമർശിക്കാൻ പോകുന്നത്. അപ്പോൾ ഇല്ലുമിനാറ്റിയുടെ കാര്യം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയോ? അപ്പോൾ ഞാൻ അന്നൊരു ദിവസം 2030 ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? കാരണം കൂടുതൽ ലോകം അവസാനിക്കാൻ പോകുന്ന ഒരു വർഷമാണ് ഞാൻ ഈ പറയുന്നത്. ബാബ വാങ്ക പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. 2025 ഏലിയൻസ് ഭൂമിയിലേക്ക് വരാനുള്ള ആ ഒരു ഒരുക്കത്തിലായിരിക്കുമെന്നുള്ളത്. 2026 അത് എത്തും. പിന്നെ 2027 അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. പിന്നെ 2030 അത് ഇവിടെ വന്ന് മനുഷ്യരുമായിട്ട് സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായിട്ടും ഒരു ഉറപ്പില്ല. പക്ഷെ അവർ പറഞ്ഞിരുന്ന മിക്ക കാര്യങ്ങളും സത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കണ്ണില്ല, പക്ഷെ അവർ ഓരോന്നും അവരുടെ അറിവ് കൊണ്ടാണ് പറയുന്നത്. പക്ഷെ ആ അറിവ് കൊണ്ട് പറഞ്ഞതെല്ലാം അത് സത്യമാവുമായിരുന്നു. അവർക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റുമായിരുന്നു. ആ ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. 2050 വരെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. പക്ഷെ അയാൾ ഒരു കേസിൽ അറസ്റ്റിലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ 2050 വരെ ജീവിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ തെളിവായിട്ടൊരു കാര്യം പറയാം. എയ്ഡ്സിനെതിരെ ഒരു മരുന്ന് കണ്ടുപിടിക്കുമെന്ന്, എയ്ഡ്സിന് പൂർണ്ണമായി നശിപ്പിക്കാനുള്ള മരുന്ന്. പിന്നെ അയാളെ അവിടെ കണ്ടിട്ടേയില്ല. അതുപോലെയാണ് ഈ ഇല്ലുമിനാറ്റിയുടെ കാര്യവും. പക്ഷെ ഈ ഇല്ലുമിനാറ്റിയും പിരമിഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരേപോലെയാണ്. പിരമിഡ് തന്നെയാണ് ഈ ഇല്ലുമിനാറ്റി. പിരമിഡ്സ് എന്ന് പറയുന്നത് അത് ഏലിയൻസ് വിസിറ്റ് പണ്ട് ചെയ്തിരുന്ന സ്ഥലം കൂടിയാണ്. മനുഷ്യർക്ക് മാത്രം അത്രയും വലിയൊരു പിരമിഡ്സ് നിർമ്മിക്കുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് നിർമ്മിക്കാൻ കൂടുതൽ ഏലിയൻസിനാണ് ചാൻസ്. പ്രത്യേകിച്ച് ആ കാലത്തിലുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ലോകാവസാനം വരാൻ പോകുന്നു എന്ന് വിചാരിച്ച് ആരും ഭയപ്പെടേണ്ടതൊന്നുമില്ല. നമ്മൾ എപ്പോഴും നല്ലതായിരിക്കുക, നമ്മളെപ്പോഴും ബി പോസിറ്റീവായിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന എല്ലാം നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. 2030 വരാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോഴേ പറയുകയാണ്. വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകാം. ആകാശം ചുവന്ന നിറത്തിലാകും. ഭൂമി ഇപ്പോൾ തന്നെ തകർന്നിരിക്കുകയാണ്. ആ സമയത്ത് ഭൂമി പിളർന്നു പോകും. ഭൂമി ഇഞ്ചിഞ്ചായി തീരാനായിട്ട് തുടങ്ങും. ആളുകൾ അലമുറയിട്ട് കരയും. ഇതാണ് 2030 വരാനിരിക്കുന്നത്. കാരണം ഇല്ലുമിനാറ്റി 2030 തന്നെ വരും. ഇല്ലുമിനാറ്റി സീക്രട്ട് ആയിട്ടിരിക്കുകയാണ്. അതാർക്കും പുറത്ത് പറയാൻ പറ്റാത്തൊരു രഹസ്യമാണ്. ആ ഒരു രഹസ്യം നമുക്ക് അറിയാൻ ഇപ്പോഴും സയൻസിന് പോലും സാധിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ നമ്മുടെ വെറും ഒരു തോന്നലാണോ അതോ സത്യമാണോ? ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന ജനറേഷൻസ് ഇനി എന്തൊക്കെ കണ്ടുവരും? ഇപ്പോൾ തന്നെ AI സങ്കേതം ഒരുപാട് വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെയും AI എന്ന് പറയുന്നത് ദജ്ജാലിൻ്റെ ഒരു ചെറിയ ടെക്നോളജിയാണ്. അത് വെച്ചിട്ട് ലോകം നശിപ്പിക്കാൻ ചെറിയ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ദജ്ജാലിൻ്റെ കൺട്രോളിൽ ഇപ്പോൾ മനുഷ്യരായിരിക്കുന്നു. എങ്ങനെയാണ്? സോഷ്യൽ മീഡിയാസ്, പന്ന വാർത്തകൾ, അങ്ങനെ ഓരോന്നിലും നമ്മൾ വീണിരിക്കുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണീക്കാൻ പറ്റില്ല. അത് ഭയങ്കര പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ഓർത്ത് വയ്ക്കുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുപോലുള്ള വീഡിയോസ് ഇനി വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ എത്തിയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.